ആള് ജീവനോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു വരട്ടെ, എന്നിട്ട് നമ്മുടെ കാശ് ചോദിക്കാം. പിള്ളെ ഒന്ന് ഓർത്തോളണം, ഇവന്മാരൊക്കെ തട്ടിപ്പിന്റെ രാജാക്കന്മാരാ. എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് കാശ് വാങ്ങിക്കാന്ന് പറഞ്ഞാ ഇവനൊക്കെ എഴുന്നേക്കുന്നത് തന്നെ. എന്താ ശരിക്കും ഉണ്ടായത്? അതെ, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാ ഞാനും വിജയലക്ഷ്മിയെ എഴുന്നേൽക്കുന്നത്. വാതിൽ തുറക്കുമ്പോ പടിക്ക് താഴെ ഒരു കുഞ്ഞ് കിടക്കുന്നു. ആരായാലും അന്തിച്ചു പോകത്തില്ലേ? അപ്പോഴാ തൊട്ടടുത്ത വീട്ടിലെ ആള് വന്ന് പറയുന്നേ, രാജീവിന്റെ ഭാര്യ ട്രെയിനിന്റെ മുന്നിൽ ചാടിയെന്ന്. അപ്പോഴാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നേ അത് ശാരിയുടെ കുഞ്ഞാണെന്ന്. വീടിന് മുന്നേ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടിട്ട് മനഃപൂർവ്വം ചാടുകയായിരുന്നു ലക്ഷ്യമെന്ന്. ചാകാനായിരുന്നില്ല, ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ. അല്ലാതെന്താ? ചാകാനാണ് ചാടിയതെങ്കിലേ ഇതിനോടകം എല്ലാ ചടങ്ങുകളും നടത്തിയേനെ. ഇത് പേടിപ്പിക്കാൻ ചാടിയതാന്നേ. എന്നിട്ട് മോൾ എവിടെ? അത് ആരുടെ കുഞ്ഞാണെങ്കിലും കൊച്ചു കുഞ്ഞല്ലേ. തള്ള ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പോലെ മറ്റുള്ളവർക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിലും കുട്ടിയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ. മോൾ എവിടെയെന്നൊന്ന് പറ. കൊച്ചിനെ വിജയലക്ഷ്മി കൊണ്ടുവരും. നന്മയുള്ളൊരു മനസ്സുണ്ടായി പോയതിന്റെ പേരില് സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊച്ചു സുരക്ഷിതമായിരിപ്പുണ്ട്. അല്പ കഴിയുമ്പോ കൊണ്ടുവന്ന് തരും. മോൾ അന്യ വീട്ടിലൊന്നും അല്ലല്ലോ നിൽക്കുന്നേ, മോളുടെ അച്ഛന്റെ വീട്ടിലല്ലേ. അപ്പോ സാവധാനം കൊണ്ടുവന്നാ മതി. ഇയാളാരാ? മനസ്സിലായില്ല. ഞാൻ ആരേലും ആയിക്കോട്ടെ, പറഞ്ഞത് ശരിയല്ലേ? ഏയ്, ആ ഒരു ബന്ധത്തിന്റെ പേരിലല്ല ഞങ്ങൾ ആ കൊച്ചിനെ നോക്കിയത്. അങ്ങനെ ഒരു ബന്ധവും വേണ്ടെന്നാ വിജയലക്ഷ്മി പറഞ്ഞത്. അങ്ങനെ രക്തബന്ധം പെട്ടെന്നൊക്കെ ചവിട്ടി മെതിച്ച് കളയാൻ പറ്റുന്ന ഒന്നാണോ? മാത്രമല്ല, അമ്മാവനല്ലല്ലോ അങ്ങനെ ഒരു തീരുമാനം പറയേണ്ടത് രാജീവ് സാറല്ലേ. എന്റെയും വിജയലക്ഷ്മിയുടെയും വാക്കുകൾക്കപ്പുറത്തേക്ക് രാജീവിന് സ്വന്തമായിട്ടൊരു വാക്കില്ല. ഇനി അതും പ്രതീക്ഷിച്ച് ആരും നിൽക്കുകയും വേണ്ട. അപ്പൊ പറഞ്ഞു വരുന്നത്, ശാരികേച്ചി ട്രെയിനിന് മുന്നിൽ ചാടിയതിന് രാജീവ് സാറിനോ നിങ്ങൾക്കോ യാതൊരുവിധ പങ്കുമില്ലെന്നാണോ? ഏയ്, ഞങ്ങൾക്കെന്ത് പങ്ക്? ഇങ്ങനെ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് കിടത്തിയത് തന്നെ ആ പെണ്ണിന്റെ ഭ്രാന്ത് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു ഭ്രാന്തി പെണ്ണിനെ ആരെങ്കിലും അരഞ്ഞുകൊണ്ട് കൂടെ കൂട്ടുവോ? ഇതുകൊണ്ട് തന്നെ ആ രാജീവ് പോയി കളഞ്ഞേ. ചേച്ചി നിങ്ങൾ വീണ്ടും ഭ്രാന്തിയാക്കാൻ നോക്കുകയാണോ? പിന്നെ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ? സംശയം ഉണ്ടെങ്കില് ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്ക്. ഡോക്ടർ പറയും ശാരികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കുറിച്ച്. ചെന്ന് ചോദിക്ക്. ശിവ, ഞാനിന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അതുവരെ ഇയാളുടെ കൂടെ നിൽക്കണം. ഇയാള് കമ്പനി ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നാ പൊയ്ക്കളയും. ശാലിനി പോയിട്ട് വാ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം? ഏയ്, ഒന്നുമില്ല. എന്നാ പിന്നെ ഇപ്പൊ ഇവിടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഞാനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാ ഞാനിനി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശാലിനിയോട് പറഞ്ഞാ മതി കുഞ്ഞിനെയും കൊണ്ട് വിജയലക്ഷ്മി വരുമെന്ന്. ഓക്കെ? അതെന്ത് പോക്ക അമ്മാവാ. ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അമ്മാവനല്ലേ. പ്രത്യേകിച്ച് രാജീവൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വവും അമ്മാവനല്ലേ. അങ്ങനെ ആരാന്റെ കൊച്ചിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ കുഞ്ഞ് രാജീവിന്റെ കുഞ്ഞാണെന്ന് അവൻ പറയാത്ത സ്ഥിതിക്ക് ഞാനെന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. കൊച്ചിനെ കൊണ്ടേ വിജയലക്ഷ്മി വരും. അങ്ങനെ അങ്ങ് പോയാലോ? എല്ലാം പറഞ്ഞ് സമരിയാക്കിയിട്ട് അങ്ങ് പോയാ മതി. അല്ല, ഇതൊക്കെ പറയാനേ താനാരാ? ഓ, കളക്ടറുടെ രണ്ടാം ഭർത്താവ് അല്ലേ?
അയ്യോ, ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാ. ഒന്നാമത് നല്ല പ്രായമാ കളക്ടർ പെങ്കൊച്ചിന്. ഭർത്താവാണെങ്കി എവിടെയാണെന്ന് അറിയാനും പാടില്ല. അപ്പോ തീർച്ചയായിട്ടും ഒരു അന്തിക്കൂട്ട് വേണം. എന്റെ ഈ കവളിൽ മാത്രമേ അടിക്കാൻ പറ്റൂ. നാട്ടുകാരുടെ മുഴുവൻ കവളിൽ അടിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? പറ്റുമെങ്കിൽ അടിച്ചോ. അനിയാ, ഒരു കുടത്തിന്റെ വാമുടി കെട്ടാന്നേ. പക്ഷെ അതുപോലല്ല, നാട്ടുകാരൊക്കെ കൂടി നശിപ്പിച്ച് നാറാണക്കല്ല് പറിച്ചു കളയും. നിനക്കത് വേണോ? ആ പൊന്നി, എന്താ സത്യമേ? ആ കുട്ടിക്കൃഷ്ണന്റെ കാര്യത്തിൽ നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കണം. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും പിള്ളേയും കൂട്ടി അയാളുടെ വീട്ടിലേക്കൊന്ന് പോകാം. ശിവനെ വിട്ട് 2 അടി കൊടുക്കാന്ന് വെച്ചാ അത് താങ്ങാനുള്ള കെൽപ്പ് അയാളുടെ ശരീരത്തിന് ഇല്ല. അപ്പൊ പിന്നെ നാണം കെടുത്തി കാശ് വാങ്ങിക്കുക എന്നൊരു തന്ത്രം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. നമുക്കേ ഇപ്പൊ തന്നെ അയാളുടെ വീട്ടിലേക്ക് പോവാം. സത്യമേ, സത്യമേ, ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടിപ്പാഞ്ഞു വന്നതേ കുട്ടിക്കൃഷ്ണന്റെ കാര്യം പറയാനാ. അയാൾ രാവിലെ തന്നെ ഒരു തലതെറിച്ച പരിപാടി കാണിച്ചു. എന്താ പിള്ളേ, അയാള് നാട് വിട്ടോ? അപ്പൊ നമ്മുടെ കാശ് പോയോ? മിക്കവാറും അത് വെള്ളത്തിൽ വരച്ച വര പോലാകാനാ സാധ്യത. അയാള് രാവിലെ കെട്ടിത്തൂങ്ങി ചാകാനുള്ള ശ്രമം നടത്തിയെന്നാ കേട്ടത്. അയ്യോ, അപ്പോ നമ്മുടെ കാശ് പോയി. ആള് മരിച്ചിട്ടില്ല, പക്ഷേ ചില പറച്ചിലുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവൻ തൂങ്ങാൻ കാരണം സത്യാമ്മയാണെന്നാ നാട്ടുകാർ പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടാ? കടം വാങ്ങിയാ തിരിച്ചു തരണം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കും. ആ തിരിച്ചോദിക്കൽ കാരണമാ അയാള് പേടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാ നാട്ടുകാർ പൊതുവേ പറയുന്നത്. അപ്പോ അവര് പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് നല്ല കൂത്ത്. നമ്മുടെ കാശും പോയി, നമ്മളെ മോശക്കാരാക്കാനും നോക്കുക. ആര് തൂങ്ങിയാലും വേണ്ടില്ല, എനിക്ക് നമ്മുടെ കാശ് കിട്ടണം. എന്തായാലും ആള് മരിച്ചിട്ടില്ലല്ലോ. ഹോ, ആള് ജീവനോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു വരട്ടെ, എന്നിട്ട് നമ്മുടെ കാശ് ചോദിക്കാം. പിള്ളേ, ഒന്ന് ഓർത്തോളണം, ഇവന്മാരൊക്കെ തട്ടിപ്പിന്റെ രാജാക്കന്മാരാ. എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് കാശ് വാങ്ങിക്കാന്ന് പറഞ്ഞാ ഇവനൊക്കെ എഴുന്നേക്കുന്നത് തന്നെ. ഈ ആത്മഹത്യാ ശ്രമവും നമുക്ക് കാശ് തരാതിരിക്കാനുള്ള അടവായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ തൂങ്ങുന്നു, അവരൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ. എന്തായാലും ഞാൻ പിടിച്ചോളാം. ഞാൻ അങ്ങനെ ആ കാശ് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല.